പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ലൊരു പനീർ മസാലയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഒരു പനീർ മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കോൺഫ്ലോറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടിക്ക് ഒട്ടും എരിയില്ല കേട്ടോ, കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനിയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ലാസ്റ്റിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. ഈ ഒരു പരുവത്തിൽ തന്നെ വേണം നമുക്കിതിനെ കിട്ടാനായിട്ട്. ഞാനിവിടെ പനീർ എടുത്തേക്കുന്നത് 250 ഗ്രാം അളവിലാട്ടോ. ചെറുതായിട്ട് ഇതൊന്ന് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് പനീറെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ മുക്കി പൊരിച്ച് എടുക്കാം. ഇതിപ്പം ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നന്നായിട്ട് തന്നെ മൊരിച്ചെടുക്കണം. ഇതിപ്പം പനീറെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഒന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്കൊരു സോസ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 2 ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 4-5 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കൂടുതൽ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഒരു വലിയ സവോള ഇതുപോലെ ക്യൂബ്സാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയും അതേ പാനിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മളിത് കുക്ക് ചെയ്യുന്ന നേരത്തെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങി കിട്ടും. ഇതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി വന്ന് കഴിയുമ്പോൾ 1 കപ്പ് അളവിൽ ഡാർക്ക് സോയാ സോസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ ടൊമാറ്റോ സോസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം കെച്ചപ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനിയും 1/2 കപ്പ് അളവിൽ ചില്ലി പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനിയും ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ആ ഒരു പനീറും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രഷ് ആയിട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ചില്ലി പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പൊറോട്ട, ബട്ടർ നാൻ, തന്തൂരി റൊട്ടി എന്നിവയുടെ കഴിക്കാൻ സൂപ്പറാട്ടോ. പ്രത്യേകിച്ച് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വളരെ കുറഞ്ഞ ചേരുവയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചില്ലി പനീർ മസാലയുടെ റെസിപ്പിയാണ്. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്